എല്ലാവർക്കും നമസ്കാരം. കെ.എസ്.ഇ.ബിയുടെ ബില്ല് മനസ്സിലാക്കുന്നത് എങ്ങനെ എന്ന കാര്യമാണ് ഇന്ന് വീഡിയോയിൽ ഇവിടെ പ്രതിപാദിക്കുന്നത്. ആദ്യമായി കെ.എസ്.ഇ.ബിയുടെ ബില്ല് കിട്ടുമ്പോൾ അതിൽ ഒരു കൺസ്യൂമർ നമ്പർ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഈ കൺസ്യൂമർ നമ്പറാണ് നമ്മളെ ഏത് സെക്ഷൻ ഓഫീസിലെ കൺസ്യൂമറാണ്, ഏത് ഓഫീസിൻ്റെ കൺസ്യൂമറാണെന്ന് മനസ്സിലാക്കുന്നത്. ആ കൺസ്യൂമർ നമ്പറാണ് നമ്മുടെ ഒരു ആധികാരികമായ രേഖ കെ.എസ്.ഇ.ബിയുമായിട്ടുള്ളത്. ആ കൺസ്യൂമർ നമ്പർ കൊടുത്താൽ നമ്മുടെ വിവരങ്ങളെല്ലാം കെ.എസ്.ഇ.ബിയുടെ ഡേറ്റാബേസിൽ നിന്നും അറിയാൻ പറ്റും. നമുക്കൊരു ബില്ല് കിട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെയാണ് അത് മനസ്സിലാക്കേണ്ടതെന്ന് ആദ്യം പരിശോധിക്കാം. ആദ്യമായി കെ.എസ്.ഇ.ബിയുടെ ബില്ലിൽ എനർജി ചാർജ് എന്നെഴുതിയിട്ടുണ്ടാവും. ഇപ്പോൾ മലയാളത്തിലും ഇംഗ്ലീഷിലും ബില്ലുകൾ കിട്ടാറുണ്ട്. ഇപ്പോൾ എനർജി ചാർജ് എന്നെഴുതിയിട്ടുണ്ടാവും. നാം ഉപയോഗിക്കുന്ന വൈദ്യുതി യൂണിറ്റിൻ്റെ അളവ് അതിന് ആനുപാതികമായ തുകയാണ് എനർജി ചാർജായിട്ട് വരിക. അതുപോലെ തന്നെ മീറ്റർ റീഡിങ്, മുൻ റീഡിങ്, ഇപ്പോഴത്തെ റീഡിങ്, അതിനൊരു ഡേറ്റ് ഉണ്ടാവും. ആ ഡേറ്റിൽ എത്ര റീഡിങ് ആയിരുന്നു മുൻ ഉണ്ടായിരുന്നത്, ഇപ്പോഴുള്ള റീഡിങ്, ഇത് തമ്മിലുള്ള വ്യത്യാസം, അതിനെ ഉപഭോഗം എന്ന് പറയും. അതിന് തൊട്ടടുത്ത് തന്നെ മീറ്റർ റീഡിങ്ങിൻ്റെ ഭാഗത്ത് തൊട്ടടുത്ത് തന്നെ എഴുതിയിട്ടുണ്ടാവും ആവറേജ് ഉപയോഗം. ആവറേജ് ഉപയോഗം എന്ന് പറഞ്ഞാൽ തൊട്ട് മുൻപിലുള്ള 3 ബില്ലിൻ്റെ ശരാശരി, തൊട്ട് മുൻപ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള 3 ബില്ലിലെ ഉപയോഗം, അതിൻ്റെ ശരാശരി യൂണിറ്റാണ് ആവറേജ് ഉപയോഗം എന്ന് പറയുന്നത്. വളരെ ബുദ്ധിമുട്ടാണ് നമുക്കിത് മനസ്സിലാക്കിയെടുക്കാൻ. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോകൾ കാണുമ്പോൾ നിങ്ങൾക്കൊരു ബില്ല് കണ്ടാൽ അത് സംശയം ദൂരീകരിക്കാൻ, ഒരു വീട് ഉപയോഗമില്ലാതെയോ അല്ലെങ്കിൽ അടഞ്ഞു കിടക്കുന്ന സമയത്തോ ആ വീട്ടിൽ വരുമ്പോൾ റീഡിംഗ് എടുക്കാൻ ഈ മീറ്റർ റീഡേഴ്സ് ഓഫീസിൽ നിന്ന് കെ.എസ്.ഇ.ബിയിൽ നിന്ന് വരുമ്പോൾ എടുക്കാൻ പറ്റാതെ വരുമ്പോഴാണ് ഈ ആവറേജ് ബില്ല് ചെയ്യുന്നത്. പലപ്പോഴും പലയിടത്തും ഈ ആവറേജ് ബില്ലിങ് തർക്കത്തിന് കാരണമാകാറുണ്ട്. ആവറേജ് ബില്ലിങ് ചിലപ്പോൾ ഉപയോഗമില്ലാതെ ഇരിക്കുകയോ ആളുകൾ താമസമില്ലാതിരിക്കുകയോ ചെയ്യുന്ന സമയത്തും ഈ ആവറേജ് ബില്ലിങ് വരാറുണ്ട്. അങ്ങനെ ആവറേജ് ബില്ല് ചെയ്യുന്ന കൺസ്യൂമറെ പിന്നെ റീഡിംഗ് എടുക്കുമ്പോൾ ആ ബില്ലിലുള്ള എമൗണ്ട് അല്ലെങ്കിൽ ആ യൂണിറ്റ് അടുത്ത റീഡിങ്ങിൽ നിന്നും കുറവ് ചെയ്ത് കൊടുക്കുകയാണ് പതിവ്. നമ്മൾ വീട്ടിലില്ലാതെ വരുന്ന കുറേ കാലഘട്ടങ്ങളിലേക്ക് വീട്ടിലില്ലാതെ വരികയാണെങ്കിൽ ഓഫീസിൽ ചെന്ന് താൽക്കാലികമായ ഡിസ്കണക്ഷൻ ആവശ്യപ്പെടാം. കെ.എസ്.ഇ.ബി ചെന്ന് ഡിസ്കണക്ഷൻ ആവശ്യപ്പെട്ട് താൽക്കാലികമായ ഡിസ്കണക്ഷനും ആവശ്യപ്പെടുക. അതിനുശേഷം ഒരു മാസത്തേനോ നമ്മൾ എത്ര കാലത്തേനൊക്കെ അവിടെ ഇല്ലാതിരിക്കുക എന്നുണ്ടെങ്കിൽ ആ കാലത്തേക്കുള്ള ഒരു ആവറേജ് എമൗണ്ട്, ഒരു മിനിമം എമൗണ്ട് കെ.എസ്.ഇ.ബി പേ ചെയ്യുകയും ചെയ്താൽ ഡിസ്കണക്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒഴിവാകുകയും അഴിച്ചുകൊണ്ട് പോകുന്നതിന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒഴിവാകുകയും നമുക്ക് ആ വീടിനും കണക്ഷൻ പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിന് തടസ്സമുണ്ടാവുന്നതല്ല. പല ബില്ലുകൾ തർക്കങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നും ഉണ്ടാവാറുണ്ട്. പിന്നെ എനർജി ചാർജിൻ്റെ കാര്യം പറഞ്ഞു. നമ്മൾ ഉപയോഗിക്കുന്ന കറണ്ടിന് ആനുപാതികമായ തുകയാണ്. ഓരോ കാലഘട്ടങ്ങളിലും എനർജി ചാർജാണ് ഒരു യൂണിറ്റിന് ഇത്ര റേറ്റ് എന്ന് നിശ്ചയിച്ചിട്ടുണ്ടാവും. ആ റേറ്റിന് പ്രകാരമുള്ള തുകയാണ് നമ്മൾ അടയ്ക്കേണ്ടത്. രണ്ടാമത് ഡ്യൂട്ടി എന്നുള്ള കാര്യമുണ്ട്. അപ്പം ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി എന്ന് പറയുന്നത് നമ്മുടെ ഉപയോഗത്തിന് ആനുപാതികമായ 10%, ഉപയോഗം എത്ര രൂപയ്ക്കുണ്ടോ ആ രൂപയുടെ 10% തുക സർക്കാരിലേക്ക് അടയ്ക്കേണ്ടതുണ്ട്. ആ ഡ്യൂട്ടിയാണ് 10%ആക്കി ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി എന്ന പേരിൽ എഴുതിയിരിക്കുന്നത്. അതിനുശേഷം ചില സമയങ്ങളിൽ ഫ്യൂവൽ സർചാർജ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഈ ഫ്യൂവൽ സർചാർജ് എന്ന് പറയുന്നത് വൈദ്യുതി നമുക്ക് ആവശ്യമുള്ള സമയത്ത്, രാത്രികാലങ്ങളിലും പകലുമൊക്കെ വൈദ്യുതിയുടെ ദൗർലഭ്യത കേരളത്തിൽ ഉണ്ടാകുന്ന സമയങ്ങളിൽ പുറത്തു നിന്നും വൈദ്യുതി വലിയ വില കൊടുത്ത് കെ.എസ്.ഇ.ബി വാങ്ങി നമുക്ക് നൽകാറുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ആ വലിയ വില കൊടുത്ത് വാങ്ങുന്ന ആ വൈദ്യുതിയുടെ ആ വില പിന്നീടുള്ള മാസങ്ങളിൽ വരുമ്പോൾ അതിനെ നമ്മുടെ ഉപയോഗത്തിന് ആനുപാതികമായി ചെറിയ തുകകൾ നമ്മൾ അടയ്ക്കേണ്ടതുണ്ട്. വൈദ്യുതി ഉപയോഗം കൂടുതലുള്ള കാലഘട്ടങ്ങളിൽ പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങി ഉപയോഗിക്കുമ്പോൾ നമ്മൾ കൂടുതൽ പൈസ കൊടുത്താണ് വാങ്ങുന്നത്. അപ്പോൾ ആദ്യമേ നമ്മളിൽ നിന്നും വാങ്ങാതെ പിന്നീടുള്ള ബില്ലുകളിൽ ആ തുക വകയിരുത്തുകയാണ് സാധാരണഗതിയിൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മളും കൺസ്യൂമറാണ്. കൺസ്യൂമർ കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന തുക ഗവൺമെൻറ്റിൽ നിന്നോ അല്ലെങ്കിൽ കെ.എസ്.ഇ.ബിയിൽ നിന്നോ അല്ലെങ്കിൽ ആരാണ് വൈദ്യുതി വിതരണം ചെയ്യുന്ന സ്ഥാപനം, ആ സ്ഥാപനം അഡ്വാൻസ് കൊടുത്താണ് വാങ്ങി ഉപഭോക്താക്കൾക്ക് വൈദ്യുതി ലഭ്യമാക്കുന്നത്. വൈദ്യുതി ലോഡ് ഷെഡിങ് ഒഴിവാക്കാൻ വേണ്ടി പല സമയത്തും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതിൻ്റെ തുക കൊടുക്കേണ്ടതും ആ ഉപഭോക്താക്കൾ തന്നെയാണ്. അപ്പോൾ ഓരോ കാലഘട്ടങ്ങളിലും വൈദ്യുതിയുടെ ചാർജ് കൂടി വരുന്നത് നമ്മളെയൊക്കെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന കാര്യമാണ്. അതുപോലെയാണ് ഉപഭോഗം കൂടുമ്പോൾ കൂടിയ വിലയ്ക്ക് വൈദ്യുതി വാങ്ങിയതിന് ശേഷം സർചാർജ് എന്ന പേരിൽ
തുക വാങ്ങിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും. പക്ഷേ ഉപയോഗിച്ച ശേഷം നമുക്കത് കൊടുക്കാതിരിക്കാനും നിർവാഹമില്ല. KSEB ബില്ലുകൾ സാധാരണ ചെയ്യുന്നത് ഉപയോഗത്തിന് ശേഷം, അതായത് 60 ദിവസം ഉപയോഗിച്ചതിന് ശേഷം, 2 മാസം ഉപയോഗിച്ചതിന് ശേഷമാണ് സാധാരണ ബൈമന്ത്ലി ബില്ലുകളൊക്കെ ചെയ്യുക. 2 മാസം ഉപയോഗിച്ചതിന് ശേഷം ബില്ലുകൾ ചെയ്യുകയാണ് സാധാരണ പതിവ്. 60 ദിവസം കഴിഞ്ഞ് കിട്ടുന്ന ബില്ല് ഈ കാലയളവിലേക്ക് കൂടിയ വിലയ്ക്ക് വാങ്ങിയ വൈദ്യുതിയുടെ തുകയാണ് സർചാർജായിട്ട് പിന്നീടുള്ള കാലങ്ങളിൽ നമ്മളിൽ നിന്നും ഈടാക്കുന്നത്. ഇനിയൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഫിക്സഡ് ചാർജ്. ഫിക്സഡ് ചാർജ് എന്ന് പറഞ്ഞാൽ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ്റെ ഓരോ കാലഘട്ടത്തിലും വൈദ്യുതിയുടെ നിരക്ക് പുനർനിശ്ചയിക്കും. അതിൽ വൈദ്യുതി ചാർജിനൊപ്പം ഫിക്സഡ് ചാർജും വാങ്ങാൻ സമ്മതിക്കാറുണ്ട്. അങ്ങനെയാണ് നമ്മളത് കൊടുക്കാൻ നിർബന്ധിതരായി. ഇത് ഭാവി പുതിയ ട്രാൻസ്ഫോമർ വയ്ക്കാനും ലൈൻ വലിക്കാനും ഒക്കെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനുമൊക്കെ ലോ ടെൻഷൻ താരിഫിൽ ഇപ്പോൾ നൽകുന്നത് ഫിക്സഡ് ചാർജ് എന്ന ഉപയോഗിക്കുന്ന യൂണിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. ലോ ടെൻഷൻ LT താരിഫ്, അതായത് LT1A താരിഫിന് നമ്മുടെ ഉപയോഗിക്കുന്ന യൂണിറ്റിനനുസരിച്ചിട്ടാണ് ഇപ്പോൾ ഫിക്സഡ് ചാർജ് നൽകുന്നത്. ഒരു ലോ ടെൻഷൻ 1A എന്ന് പറയുമ്പം ഗാർഹിക കണക്ഷൻ ഒരു 300 യൂണിറ്റാണ് 2 മാസം ഉപയോഗിച്ച് വരുന്നതെങ്കിൽ അതിന് ഫിക്സഡ് ചാർജ് ഏകദേശം സിംഗിൾ ഫേസ് കണക്ഷനാണ് 210 രൂപയും 3 ഫേസ് കണക്ഷനാണ് 410 രൂപയും നൽകേണ്ടതുണ്ട്. അങ്ങനെ ഫിക്സഡ് ചാർജിൻ്റെ തന്നെ വരുന്നൊരു ചാർജാണ് മീറ്റർ വാടക. മീറ്റർ വാടക എന്ന് പറയുമ്പോൾ 2 മാസത്തിന് സിംഗിൾ ഫേസ് ആണെങ്കിൽ 12 രൂപയും 2 മാസത്തിന് 3 ഫേസ് കണക്ഷൻ ആണെങ്കിൽ അതിൽ 30 രൂപയുമാണ് ചിലവാകുക മീറ്റർ വാടകയായി നൽകേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള തുകകളാണ് ഈ ബില്ലിലായിട്ട് ബന്ധപ്പെട്ട് അതിൽ കാണുന്നത്. പിന്നെ ചില മാസം, ഒരു വർഷത്തിൽ 2 മാസം, ഒന്നെങ്കിൽ ജൂലൈ അല്ലെങ്കിൽ ഓഗസ്റ്റ് മാസങ്ങളിൽ ACD എന്ന രീതിയിൽ കളക്ട് ചെയ്യാറുണ്ട്, അഡീഷണൽ ക്യാഷ് ഡെപ്പോസിറ്റ്. ഇതെപ്പോഴും തർക്കത്തിന് കാരണമാകുന്ന കാര്യമാണ്. നമ്മളത് മനസ്സിലാക്കിയിരിക്കുക. തൊട്ട് മുൻപിലുള്ള ഫിനാൻഷ്യൽ ഇയറിൽ അതിൽ നമുക്ക് ബില്ല് തരുന്ന 60 ദിവസം കഴിഞ്ഞാണ്, പിന്നെ ഒരു 22 ദിവസം കഴിഞ്ഞാണ് നമ്മൾ സാധാരണ എമൗണ്ട് അടയ്ക്കുക, 25 ദിവസം. അപ്പം 85 ദിവസത്തെ ബില്ല് വരും. അപ്പോൾ 85 ദിവസത്തെ ബില്ല് വരിക എന്ന് പറഞ്ഞാൽ ഏകദേശം 3 മാസം വന്നു. 3 മാസത്തെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയതിന് ശേഷം, ബില്ല് കിട്ടിയതിന് ശേഷം ബില്ല് അടയ്ക്കാതെ 3 മാസം ഉപയോഗിക്കുകയും അതിനുശേഷം നമ്മൾ ഒരിക്കലും അടയ്ക്കുന്നില്ല, നമ്മൾ ആ പെർമിസസ് അല്ലെങ്കിൽ ആ ഒരു കണക്ഷൻ നമുക്ക് ആവശ്യമില്ലാത്ത രീതിയിലോ അല്ലെങ്കിൽ അതിൽ നിന്ന് നമ്മൾ മാറുകയോ ചെയ്യുമ്പോൾ വൈദ്യുതി ബോർഡിന് ഒരു തുക ഇവിടെ നഷ്ടം വന്നിട്ടുണ്ട്. ഈ 3 മാസ കാലയളവിൽ നമ്മുടെ ഈ ഉപയോഗത്തിന് തുല്യമായിട്ടുള്ളൊരു തുക നമ്മുടെ ഡെപ്പോസിറ്റായിട്ട് അവിടെ കിടക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ വൈദ്യുതി ബോർഡ് ആദ്യം തന്നെ നമുക്ക് വലിയ വിലയ്ക്കുള്ള വൈദ്യുതി വാങ്ങി നൽകി ആ തുക നമ്മൾ ഈടാക്കാൻ വൈദ്യുതി ബോർഡിന് സാധിക്കാതെ വരുമ്പോൾ കേരളത്തിലുള്ള ഏതാണ്ട് 1.5 കോടിയോളം കൺസ്യൂമർ ഈ രീതികൾ ചെയ്താൽ സ്ഥാപനത്തിലോ അല്ലെങ്കിൽ നമുക്ക് സർവീസുകളെ അത് ബാധിക്കും. ഇതിനുള്ള ഒരു പരിഹാരമായിട്ടാണ് ഇങ്ങനെയുള്ള തുകകൾ വൈദ്യുതി ബോർഡിൽ നിന്നും വാങ്ങുന്നത്, വൈദ്യുതി ബോർഡ് ജനങ്ങളിൽ നിന്നും വാങ്ങുന്നത്. അതുമാത്രമല്ല, അതിനുള്ള പലിശ, ബാങ്ക് ഇൻട്രസ്റ്റ് അനുസരിച്ചുള്ള പലിശ ഓരോ വർഷവും നമ്മുടെ ബില്ലിൽ കുറവ് ചെയ്ത് കൊടുക്കും. ഇനി ഉപയോഗം കഴിഞ്ഞ വർഷത്തെക്കാളിലും കുറവാണ് ഈ വർഷമെങ്കിൽ അടുത്ത വർഷം ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഉപയോഗത്തിന് അനുസൃതമായിട്ടുള്ള തുക ഇതിൽ കൂടുതൽ അവിടെ ഉണ്ടെങ്കിൽ ആ കൂടുതലുള്ള തുക നമ്മുടെ ബില്ലിൽ കുറവ് ചെയ്ത് അഡ്വാൻസ് എന്ന രീതിയിൽ കുറവ് ചെയ്ത് നൽകുന്നതുമാണ്. ഇതാണ് വൈദ്യുതി ബില്ലിൽ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ. ഇതിലുള്ള സംശയങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്യുക. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഏതെങ്കിലും പുതിയ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയണമെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഒന്ന് ലൈക്കും ഷെയറും ചെയ്യുക. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ദയവായി ശ്രദ്ധിക്കുക. എല്ലാവർക്കും നന്ദി.